ഫുട്ബോൾ സൂപ്പർ താരം ലയണൽ മെസ്സിക്കും ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, ശരിയാണ്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്ക് ഇനീഷ്യലി അവരുടെ ഹൈറ്റ് വളരെ കുറവായിരുന്നു. അപ്പം ഹൈറ്റ് കുറഞ്ഞ അദ്ദേഹത്തെ ബാഴ്സലോണ ക്ലബ്ബ് കണ്ടെത്തിയിട്ട് പിന്നീട് ഗ്രോത്ത് ഹോർമോൺ തെറാപ്പിയൊക്കെ കൊടുത്ത് ഹൈറ്റ് കൂട്ടി കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോഴുള്ള രീതിയിൽ ഒരു സൂപ്പർ താരമായിട്ട് അദ്ദേഹത്തിന് വളർന്നു വരാൻ സാധിച്ചത്. നമുക്കിടയിൽ പല കുട്ടികൾക്കും ഷോർട്ട് സ്റ്റേച്ചർ അഥവാ ഉയരക്കുറവുണ്ട്. പലപ്പോഴും ഇത് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നില്ല. പലപ്പോഴും ഇത് വളരെ ലേറ്റ് ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യപ്പെടുന്നത്. പലപ്പോഴും മാതാപിതാക്കൾ അവർ ഉയർന്നു വരും, അവർക്ക് ഹൈറ്റ് ഉണ്ടായി വരും, പിന്നീട് ഭക്ഷണം കഴിച്ചാൽ കൂടും, കളിച്ചാൽ കൂടും, ഇപ്പം മാവിലൊക്കെ തൂങ്ങി നിന്നാൽ കൂടും, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ബാസ്കറ്റ് ബോൾ കളിച്ചാൽ കൂടും എന്നൊക്കെ ഒരാൾ പറയണ്ടായി, അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇത് യാഥാർത്ഥ്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈറ്റിന് ആവശ്യമായ ചില ഹോർമോണുകളുണ്ട്. ഒന്ന് തൈറോയ്ഡ് ഹോർമോണാണ്, ഗ്രോത്ത് ഹോർമോൺ, വൈറ്റമിൻ ഡി, കാൽഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയ മൂലകങ്ങൾ, പിന്നെ ആവശ്യത്തിന് ന്യൂട്രീഷൻ, പിന്നെ നമ്മുടെ ജനിതക ഘടന. ഇത്രയും കാര്യങ്ങളാണ് ഒരാളുടെ ഹൈറ്റിനെ അല്ലെങ്കിൽ ഉയരത്തിനെ സ്വാധീനിക്കുന്നത്. അപ്പം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ആവശ്യത്തിലുള്ള തെറാപ്പി എടുത്തതുകൊണ്ടാണ് ഇപ്പോൾ ലയണൽ മെസ്സിക്ക് അദ്ദേഹത്തിന് ആവശ്യമുള്ള ഹൈറ്റ് കിട്ടിയത്, അദ്ദേഹത്തിന് ഇന്നൊരു സൂപ്പർ താരമാവാനൊക്കെ കഴിഞ്ഞത്. അപ്പം നമുക്കിടയിലുള്ള ആളുകളിൽ പലരും ഹൈറ്റിനെ ഒരു പ്രാധാന്യമുള്ള കാര്യമായിട്ട് കാണുന്നില്ല, അല്ലെങ്കിൽ ഉയരക്കുറവുള്ളത് ഇവാലുവേറ്റ് ചെയ്യുന്നില്ല. കൃത്യമായിട്ട് എന്താണ് കാരണമെന്ന് നമ്മൾ കണ്ടെത്തുന്നില്ല. എപ്പോഴും കൃത്യമായി മനസ്സിലാക്കേണ്ടത് എല്ലാ ഉയരക്കുറവുള്ളവർക്കും നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കൊടുത്തുകൊണ്ട് അവരുടെ ഉയരം കൂടുകയില്ല. അപ്പോൾ ഉയരക്കുറവുള്ള ആളുകൾ, നമ്മുടെ കൂടെയുള്ള കുട്ടികളിൽ കൂടെയുള്ള ആളുകളെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് ഹൈറ്റ് കുറവാണ് എന്നുണ്ടെങ്കിൽ, ബെഞ്ചിലൊക്കെ മുന്നിലാണ് ഇരിക്കുന്നത്, ലൈനിലൊക്കെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് നമ്മുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ, അവരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് അവർക്ക് ഉയരക്കുറവുണ്ട് എന്നുള്ളത് കണ്ടെത്തുക. അവർക്ക് ഉയരക്കുറവിന് കാരണം ഗ്രോത്ത് ഹോർമോൺ ആണ്, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉയരം കൂട്ടാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവരുടെ ബോൺ ഫ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഗ്രോത്ത് ഹോർമോൺ കൊടുത്തുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഉയരം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. താങ്ക് യു. Stay healthy. Follow for more.